ആ കാണുന്നതാണ് ഓംകാരേശ്വർ ടെമ്പിൾ. അപ്പോൾ ഞങ്ങൾ മാമലേശ്വർ ടെമ്പിളിൽ എത്തി. ഇവിടുത്തെ വിശ്വാസമാണ് നർമ്മദ റിവറിൽ നിന്ന് ഏത് സ്റ്റോൺ എടുത്താലും ആ സ്റ്റോണിൽ ശിവജി ഉണ്ടെന്ന്. ഒത്തിരി എന്താ പറയുക മൂർത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം കിട്ടിയതാണ് ഇതെല്ലാം എന്ന്. അപ്പം ഞങ്ങളിവിടെ എത്തി. പഴയ പാലത്തിന്റെ മുകളിൽ ഹിന്ദിയിൽ പറയും പുരാന പുൽ. പിറകെ കാണുന്ന പാലത്തിന്റെ പേരാണ് ജൂല പുൽ. ആക്ച്വലി ഇതൊരു പുതിയ പാലം ആൻഡ് ആ സൈഡിൽ കാണുന്നത് പഴയ പാലം. ആ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കലിനോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ മധ്യപ്രദേശിലാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയുന്ന മധ്യപ്രദേശിൽ. ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശ് സമ്പന്നമായ ചരിത്രവും ആഴമുള്ള ആത്മീയ പാരമ്പര്യവും പ്രകൃതിയുടെ അദ്ഭുത സൗന്ദര്യവും ഒത്തുചേരുന്ന ഒരു ഭൂമി. പ്രാചീന ക്ഷേത്രങ്ങൾ, ശില്പകലയുടെ അതുല്യ ഉദാഹരണങ്ങൾ, നദികളും വനങ്ങളും ചേർന്ന് ഈ സംസ്ഥാനം ഓരോ യാത്രികനെയും ആകർഷിക്കുന്നു. അങ്ങനെ ഈ മനോഹര സംസ്ഥാനത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓംകാരേശ്വർ ദ്വീപിലേക്ക് ഇന്നത്തെ വ്ലോഗിൽ നാം പോകുകയാണ്. സമയം രാവിലെ 5 മണി. ദേ ഓംകാരേശ്വർ നഗരം ദേ ഉണർന്നു കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ പോവാണ് ഓംകാരേശ്വർ ദർശനത്തിനായിട്ട്. അതിനുശേഷം മാമലേശ്വരം ഉണ്ട്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ കുറച്ച് ക്യൂ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പിറകെ കാണുന്ന പാലത്തിന്റെ പേരാണ് ജൂല പുൽ. ആക്ച്വലി ഇതൊരു പുതിയ പാലം ആൻഡ് ആ സൈഡിൽ കാണുന്നത് പഴയ പാലം. ആ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കലിനോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് നയാ പുൽ ഓർ പുരാന പുൽ എസ പോലെ എന്ന് പറയും. ഹിന്ദി വരുന്നു ഗൈസ്. അതായത് പുതിയ പാലവും പഴയ പാലവും. അപ്പോൾ ഞങ്ങൾ ഈ ബ്രിഡ്ജ് വഴിയാണ് വന്നത്. ഇതുവഴി വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ചെപ്പൽ വയ്ക്കാനുള്ള ഓപ്ഷൻ കാണും. ഇവിടെ ചെപ്പൽ വയ്ക്കുക, എന്നിട്ട് ടെമ്പിളിനകത്തേക്ക് പോവുക. മധ്യപ്രദേശിലെ പവിത്രമായ നർമ്മദാ നദിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഓംകാരേശ്വർ ക്ഷേത്രം ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ഓം ആകൃതിയിൽ ഒഴുകുന്ന നദിയുടെ തീരത്താണ് ഈ ദൈവിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഭഗവാൻ ശിവനോടുള്ള ഭക്തിയും ആത്മീയതയും നിറഞ്ഞ ഈ സ്ഥലം ദിവസവും ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. ഇവിടെ എത്തുന്നവർ നർമ്മദാ നദിയിൽ സ്നാനം ചെയ്ത് ക്ഷേത്രദർശനം നടത്തുന്നത് അത്യന്തം പുണ്യമാണെന്ന് വിശ്വസിക്കുന്നു. പ്രകൃതിയുടെ സുന്ദരതയും ആത്മീയമായ ശാന്തതയും ഒരുമിച്ചുകൂടുന്ന ഈ സ്ഥലം ഓരോ യാത്രക്കാരനും മനസ്സിൽ പതിയുന്ന അനുഭവം നൽകുന്നു. आगे बढ़ते चलो भैया, बढ़ाओ आगे बढ़ते चलो. मध्य प्रदेश से ओंकारेश्वर विजय क्षेत्र नाम सह कुटुंब सह परिवार मम आत्मना ज्योति स्मृति वेदोक्त प्राणोक्त शास्त्रोक्त ओंकारेश्वर ज्योतिर्लिंग जलधारा रुद्राभिषेक शंकर भगवान परिशीतः. यहाँ पे माना जाता है रात को शिव पार्वती चौसर खेलते हैं. उनके लिए वो लोग बेड लगाते हैं और फिर बेड के साथ एक और साइड में चौसर का सेटअप भी रहता है. അപ്പം ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇതപ്പോൾ തിരിച്ചിറങ്ങി. നല്ല തിരക്കാണ്. ഞങ്ങൾ ആക്ച്വലി VIP ദർശനം എടുത്തു. അപ്പോൾ ടെമ്പിളിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഈ VIP ദർശനത്തിനായിട്ടുള്ള ഓപ്ഷൻ കാണും. അതായത് ഒത്തിരി പൂജാരിമാർ അവിടെ നിൽപ്പുണ്ടാകും. അവർ തന്നെ ചോദിക്കും, കുറച്ച് ബാർഗെയിൻ ചെയ്യണം. അപ്പോൾ പൂജാരി നമുക്ക് ജലാഭിഷേകം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ തരും. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കായിട്ട് 500 രൂപ എന്താണ് ആക്ച്വൽ VIP ദർശനത്തിന്റെ ടിക്കറ്റ് ഫീ ആണ്. പിന്നെ 200 രൂപ എക്സ്ട്രാ പണ്ഡിത് വാങ്ങിച്ചു. അപ്പോൾ 700 രൂപയ്ക്ക് ഞങ്ങൾ 2 പേരുടെ ദർശനം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും കുറച്ച് നേരത്തെ വരണം. ഞങ്ങളിപ്പോൾ ഏകദേശം 5 മണിയായപ്പോൾ ടെമ്പിളിലെത്തി. അതിനുശേഷം ലേറ്റായി കഴിഞ്ഞ് നല്ല ക്യൂ ആവും. പിന്നെന്താ ഒത്തിരി നിൽക്കേണ്ടി വരും. ഇപ്പം ഞങ്ങൾക്ക് ആക്ച്വലി ആ VIP ദർശനം എടുത്തതുകൊണ്ട് ഒരു 10-15 മിനിറ്റിൽ മൊത്തം ദർശനം കഴിഞ്ഞു. ക്യൂ നിൽക്കുന്ന ഏരിയയിൽ തന്നെ ഒത്തിരി പൂജാരി നിൽപ്പുണ്ടാവും. അപ്പോൾ അവരടുത്ത് സംസാരിച്ച് VIP ദർശനം വേണമെങ്കിൽ VIP ദർശനം എടുത്ത് നിങ്ങൾക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നത് നർമ്മദ നദിയാണ്. ആ കാണുന്നത് നർമ്മദ ഡാം. അപ്പോൾ എന്താ പറയുക, ഈ ഓംകാരേശ്വർ ഐലൻഡ് പോലെയാണ്. ഈ നർമ്മദ റിവറിന് നടുക്കായിട്ടാണ് ഓംകാരേശ്വർ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഓമിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഓംകാരേശ്വർ എന്ന് പറയുന്നത്.
അപ്പോൾ ഞങ്ങൾ ഓംകാരേശ്വർ ടെമ്പിളിന്റെ ദർശനം കഴിഞ്ഞ് അടുത്തത് മാമലേശ്വർ ടെമ്പിളിലേക്ക് പോവാണ്. ഇതും ഞങ്ങൾ വന്ന് എന്താ പറയുക ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് പോകേണ്ടത്. ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓംകാരേശ്വർ ടെമ്പിൾ വന്നു കഴിഞ്ഞാൽ മാമലേശ്വർ ടെമ്പിൾ ഉറപ്പായിട്ടും പോകണം. ഈ 2 സ്ഥലം പോയാൽ മാത്രമേ ഒരു ജ്യോതിർലിംഗം കവർ ചെയ്തെന്ന് പറയാൻ പറ്റൂ. നോർത്ത് ഇന്ത്യ വരുമ്പോൾ ഒരു കാര്യമുണ്ട് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 100 പേര് കാണും നിങ്ങളെ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് പോകേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പോൾ വഴി ചോദിക്കാൻ പോയാൽ തന്നെ എല്ലാവരും വന്ന് ആൻസർ പറയാനായിട്ട് കൂടെ നിന്നോളൂ. മുझे എനിക്കില്ലേ ആക്ച്വലി എന്താ പറയാ എല്ലായിടത്തും പോയി സംസാരിക്കാനായിട്ട് തോന്നുന്നു. ഓക്കെ, കാരണം നല്ല ഹെൽപ്ഫുള്ളാണ് ആളുകൾ ഇവിടെ. ഓംകാരേശ്വരിൽ നിന്ന് മാമലേശ്വര ടെമ്പിൾ പോവുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു ചെറിയ അമ്പലം കണ്ടു. ആ പുറകെ കാണുന്നത് ചന്ദ്രേശ്വർ മഹാദേവന്റെ ടെമ്പിൾ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോവാണ് ചന്ദ്രേശ്വർ മഹാദേവ് ദർശനത്തിനായിട്ട്. ഇതുവഴി മുകളിലേക്ക് പോകണം. ഇവിടെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, താഴെ ഒരു മൂർത്തി ഉണ്ടാവും, അതുപോലെ തന്നെ മുകളിലും ഒരു മൂർത്തി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് കയറി വേണം മുകളിൽ പോകാനായിട്ട്. ചന്ദ്രേശ്വർ മഹാദേവിന്റെ അടുത്തായിട്ട് ദത്താത്രേയ ടെമ്പിളും ഉണ്ട്. അപ്പോൾ നിങ്ങളോട് വരാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ മാമലേശ്വർ ടെമ്പിളിലെത്തി. അപ്പോൾ നിങ്ങൾ പുറകെ കാണുന്നതാണ് ക്യൂ. ആ ക്യൂ നിന്നാണ് ടെമ്പിളിൻ്റെ അകത്തേക്ക് പോകേണ്ടത്. ആ സൈഡിലാണ് ടെമ്പിളിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ടെമ്പിളിനകത്തേക്ക് പോവാം. ഓംകാരേശ്വറിന് സമീപം നർമ്മദാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മാമലേശ്വർ മഹാദേവ് മന്ദിർ അത്യന്തം പുരാതനവും ആത്മീയത നിറഞ്ഞതുമായ ശിവക്ഷേത്രമാണ്. ഓംകാരേശ്വർ ജ്യോതിർലിംഗ ദർശനം പൂർത്തിയാക്കാൻ മാമലേശ്വർ ദർശനവും നിർബന്ധമാണെന്നാണ് വിശ്വാസം. ശില്പകലയുടെ സുന്ദരതയും ശാന്തമായ അന്തരീക്ഷവും ഈ ക്ഷേത്രത്തെ പ്രത്യേകതയാക്കുന്നു. ഇവിടെ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നത് ഭക്തർക്കു ആത്മശാന്തിയും അനുഗ്രഹവും നൽകുമെന്നാണ് വിശ്വാസം. നർമ്മദാ നദിയുടെ മനോഹര ദൃശ്യങ്ങൾ ഈ ദൈവിക അനുഭവത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു. അവിടെ അകത്തായിട്ട് ഒത്തിരി എന്താ പറയുക മൂർത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം കിട്ടിയതാണ് ഇതെല്ലാമെന്ന്. അപ്പോൾ ഞങ്ങൾ മാമലേശ്വര ടെമ്പിളിൻ്റെ ദർശനം കഴിഞ്ഞത് ഇപ്പോൾ പുറത്തിറങ്ങി. ഈ ടെമ്പിൾ ആക്ച്വലി അടിപൊളിയാണ്. ഒത്തിരി പഴയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെമ്പിളിൻ്റെ ആർക്കിടെക്ചർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒത്തിരി പഴയതാണെന്ന്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും രാവിലെ വരാൻ നോക്കണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒത്തിരി തിരക്കാവും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ക്യൂ നിൽക്കേണ്ടി വരും. अनुरंज अभी लंबा सा लिस्ट लेके गया है नंदी का कान में बोलने के लिए. അപ്പോൾ ഈ കാണുന്ന ഒരു ജെയിൻ ടെമ്പിൾ ആണ്.
രാവിലെ 4 മണിക്ക് എണീറ്റാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓംകാരേശ്വർ ടെമ്പിൾ, മാമലേശ്വർ ടെമ്പിൾ എല്ലാം പോയി തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. അപ്പോൾ നമുക്ക് ഇപ്പം എത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹോട്ടലിൽ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റിന് എക്സ്ട്രാ പേ ചെയ്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അതിനുശേഷം ഓംകാരേശ്വർ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. ഓ, ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. മൊത്തം ഓംകാരേശ്വർ സിറ്റിയുടെ ഒരു വ്യൂ കിട്ടും. ആക്ച്വലി അത് പബ്ലിക് പാർക്കിംഗ് ഏരിയയാണ്. ആ കാണുന്നതാണ് ഗൈസ് നർമ്മദ റിവർ. ആൻഡ് അവിടെ ശ്രീ ശങ്കരാചാര്യയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഇഡ്ഡലി ഉണ്ട്, പിന്നെ കുക്കീസ് ഉണ്ട്, ചായ ഉണ്ട്. ഇത് എന്താ പറയുക, ബ്രെഡ് ബട്ടറാണ്. ആൻഡ് അഞ്ജലി പറാട്ട എടുത്തു, ആലു പറാട്ട. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പ്രോപ്പർ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അതാണ് ഞാൻ ഈ ഹോട്ടൽ ചൂസ് ചെയ്തത്. ഹോട്ടലിന്റെ പേരാണ് ശങ്കര വ്യൂ. ഇത് അവിടെ ആയിട്ടാണ് ഞങ്ങളുടെ ഹോട്ടൽ. അതിന് പുറത്ത് ജസ്റ്റ് ഇറങ്ങി. ഇവിടെ ഒത്തിരി ഇറ്റിനറീസ് ഉണ്ട്, ഓക്കെ, കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അത്ര പുറത്തിറങ്ങിയില്ല, കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. ഞങ്ങളുടെ ജയ് മാ അംബേ റെസ്റ്റോറന്റ്. അരേ മുझे हिंदी आता है. അപ്പോൾ ഈ കാണുന്ന ഒരു ജെയിൻ ടെമ്പിൾ ആണ്. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് ഓംകാരേശ്വർ മാമലേശ്വർ ടെമ്പിളിലേക്ക്. ആൻഡ് നർമ്മദ റിവർ ബാങ്കും അവിടെ തന്നെയാണ്. ഈ അമ്പലത്തിന് 2 സൈഡിലുമായിട്ട് എത്രമാത്രം കടകളാ അല്ലേ. നോക്കിയേ, മൊത്തം കടകളാ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒത്തിരി ശിവലിംഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇവിടുത്തെ വിശ്വാസമാണ് നർമ്മദ റിവറിൽ നിന്ന് ഏത് സ്റ്റോൺ എടുത്താലും ആ സ്റ്റോണിൽ ശിവജി ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയതും കിട്ടും കേട്ടോ. ഇതിന്റെ ചെറിയ സൈസും കിട്ടും, അത് നിങ്ങൾക്ക് വാങ്ങാം. वो स्टैंड के साथ मिलेगा, वो सेपरेट है. ओके ओके. എന്ത് തിരക്കാന്ന് കണ്ടോ ഇവിടെ. ഇത് ഇന്ന് ആക്ച്വലി ബുധനാഴ്ചയാണ്, വീക്കെൻഡ് പോലും അല്ല. എന്നിട്ടും ഇത്ര തിരക്കാണ് ഇവിടെ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം തിരക്കായിരിക്കും. ഇവിടെ ഒരു മുടി വെട്ടുന്ന കടയുണ്ട്. ജനസാഗരമാണ് ഗൈസ്. എന്തുമാത്രം ആളുകളാന്ന് നോക്കിയേ. ഓംകാരേശ്വർ നഗരി മേ ആപ്കാ സ്വാഗത് ഹേ, ഹാർദിക് സ്വാഗത് ഹേ. ഞങ്ങൾ ആക്ച്വലി രാവിലെ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് വന്നതുകൊണ്ട് എന്താ ഒട്ടും തിരക്കില്ലായിരുന്നു ദർശനത്തിന്. അപ്പോൾ നിങ്ങളും വരികയാണെങ്കിൽ ആ ടൈമിൽ വരാൻ നോക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിങ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇത് നർമ്മദ റിവറാണ്. ഈ റിവറിലൂടെ നിങ്ങളുടെ അവിടെ ഒരു ഡാം ഉണ്ട്, നർമ്മദ ഡാം, അവിടെ വരെ കൊണ്ടുപോകും. ആ കാണുന്നതാണ് ഓംകാരേശ്വർ ടെമ്പിൾ. ആൻഡ് അത് നയാ പുൽ എന്ന് പറയും. അതായത് ന്യൂ ബ്രിഡ്ജ്, അത് പുരാന ബ്രിഡ്ജ് എന്ന് വെച്ചാൽ പഴയ പാലം. അതിന്റെ പേരാണ് ജൂലാപുൽ. ഇത് മൊത്തം ക്യൂ നിന്ന് പോകാനായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങളിവിടെ എത്തി. പഴയ പാലത്തിൻ്റെ മുകളിൽ ഹിന്ദിയിൽ പറയും പുരാന പുൽ. അപ്പോൾ ഈ കാണുന്നത് നർമ്മദ റിവറാണ്.
അപ്പോൾ ഞങ്ങൾ ഓംകാരേശ്വർ എല്ലാം കറങ്ങി, മൊത്തമൊന്നും കറങ്ങിയില്ല, പാതി കറങ്ങി തിരിച്ചത് ഹോട്ടലെത്തി ഞങ്ങൾ ഡിന്നറിന് ഓർഡർ ചെയ്തിരിക്കുകയാണ്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഓംകാരേശ്വറിൽ സ്റ്റേ ചെയ്യുന്ന ശങ്കര വ്യൂ എന്ന ഹോട്ടലിന്റെ ഒരു റൂം ടൂർ തരാം. അപ്പൊ നിങ്ങളിവിടെ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഓപ്ഷനാണ് ഈ ഹോട്ടൽ. ഹലോ, അപ്പോൾ ഇതാണ് ഞങ്ങൾ ഓംകാരേശ്വറിൽ ബുക്ക് ചെയ്ത റൂം അടിപൊളിയാണ് കേട്ടോ. ഓംകാരേശ്വർ പോലുള്ള സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് എന്താ പറയുക ബഡ്ജറ്റ് കൂട്ടി നോക്കണം ആക്ച്വലി ഹോട്ടൽ ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ റൂം ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ 3 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്കൊരു 3200-300 റേഞ്ചിലാണ് കിട്ടിയത് ഇത്. അപ്പോൾ അവിടെ ഒരു വാർഡ്രോബ് പോലെ ഉണ്ട്, ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, പ്രോപ്പർ ബെഡ്, ലാമ്പ്, ഇവിടെ TV ഉണ്ട്, ഞങ്ങൾ യൂസ് ചെയ്യാറേ ഇല്ല. ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ആൻഡ് അവിടെ ഒരു മിറർ ഉണ്ട് ആൻഡ് ദിസ് കെറ്റിലുണ്ട്, അഞ്ജലിയുടെ ഫേവറേറ്റ്, അവിടെ ഒരു കെറ്റിലുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ വാഷ്റൂം വിച്ച് ഈസ് നീറ്റ് ആൻഡ് ക്ലീൻ. Hey, kettle is not favorite. Kettle is essential thing. കറക്റ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ ഓംകാരേശ്വർ നഗരത്തിന്റെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓംകാരേശ്വർ നഗരത്തിന്റെ വിഷ്വൽസും ഇൻഫർമേഷൻസും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. Bye bye. അഞ്ജലി ഉണ്ട് അവിടെ.